ഉക്രയിലേക്ക് സ്വാഗതം. നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമ്പോൾ ഒരു നിർഭാഗ്യവാനായ ഇതിഹാസം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എക്കാലവും പരുക്കുകൾ വേട്ടയാടിയ ഒരു കരിയറായിരുന്നു നെയ്മറുടേത്. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട് 2014 ആ ചവിട്ടേറ്റ് അദ്ദേഹം പുറത്തു പോകുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചു എന്ന് കരുതിയതാണ് ആ പരുക്ക്. നട്ടെല്ലിന് കാര്യമായ ക്ഷതം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കരുതി. പക്ഷെ അതിൽ നിന്നൊക്കെ അദ്ദേഹം മടങ്ങി വന്നു. പക്ഷെ ആ ലോകകപ്പിൽ ബ്രസീലിൽ നടന്ന 2014 ലോകകപ്പിൽ നെയ്മർ ഇല്ലാതെ സെമിഫൈനൽ കളിച്ച ബ്രസീൽ അതിദാരുണമായി ദയനീയമായി തോറ്റു. അന്ന് നമ്മളൊക്കെ നെയ്മർ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നാണ് കരുതിയത്. നെയ്മർ തിരിച്ചു വന്നു, പിന്നെയും കളിച്ചു. 2018 2022 ലോകകപ്പുകൾ കളിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ലോക ചാമ്പ്യൻ ആകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 2022 ലോകകപ്പിന് ശേഷം 2026 ലോകകപ്പ് വരെ നോക്കിയാൽ രാജ്യാന്തര ഫുട്ബോളിൽ അദ്ദേഹം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങളെ കളിച്ചുള്ളൂ. 2023 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഉറുഗ്വേക്കെതിരെ പരിക്കേറ്റ് പോയ അദ്ദേഹം 3 വർഷത്തിന് ശേഷം ഈ ലോകകപ്പിലാണ് ബ്രസീലിന് വേണ്ടി പിന്നെ കളിക്കുന്നത്. അതും പകരക്കാരനായി. സ്കോട്ട്ലൻഡിനെതിരെ 75-ാമത്തെ മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി. ഇന്ന് നോർവേക്കെതിരെ 70-ാമത്തെ മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി ഒരു ഗോളടിച്ചു. ഇത്രയാണ് ആകെ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് രാജ്യാന്തര ഫുട്ബോളിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ പരിക്കാണ്. പരിക്ക് കാരണം എത്ര മത്സരങ്ങൾ രാജ്യാന്തര ഫുട്ബോളിൽ ഒരു താരത്തിൻ്റെ 4 വർഷത്തിനിടയ്ക്ക് ഇത്ര മത്സരങ്ങളെ കളിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എത്ര സമയമാണ്, എത്ര വർഷമാണ് അദ്ദേഹത്തിന് പാഴായി പോയത് എന്ന് ആലോചിക്കുമ്പോൾ ലോക ഫുട്ബോളിൽ ഇത്രമാത്രം പരിക്കുകൾ വേട്ടയാടിയ ഒരു കളിക്കാരൻ വരെ ഉണ്ടാകില്ല. അത്രമാത്രം നിർഭാഗ്യവാനായിട്ടുള്ളൊരു ഇതിഹാസം. അദ്ദേഹം ഒരു ലോകകപ്പ് പോലും ജയിക്കാതെയാണ് അദ്ദേഹം പുറത്തു പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ, 4 ലോകകപ്പ് കളിച്ചിട്ട് ഒരൊറ്റ ലോകകപ്പ് പോലും ജയിക്കാതെയാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ വേദനിപ്പിക്കുന്നതാണ്. അത്രമാത്രം 1-2 ലോകകപ്പ് ജയിക്കാൻ മാത്രം പ്രാപ്തിയുള്ള പ്രതിഭയുള്ള ഒരു ഇതിഹാസമാണ്. ബ്രസീലിന് വേണ്ടി എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനാണ്. 80 ഗോളാണ് ഇന്നത്തെ ഗോൾ. നോർവേക്കെതിരെ അടിച്ച ഗോളടക്കം 80 ഗോളാണ്. സാക്ഷാൽ പെലെ, അവരുടെ എക്കാലത്തെയും വലിയ ഇതിഹാസം ബ്രസീലിൻ്റെ. പെലെയെ മറികടന്ന ഒരു കളിക്കാരൻ. പക്ഷെ അദ്ദേഹത്തിന് ലോക ചാമ്പ്യനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്നതാണ്. എന്തായാലും പരിക്കുകളാണ് എന്നും നെയ്മറെ നിർവചിച്ചിട്ടുള്ളത്. പരിക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യാന്തര ഫുട്ബോളിൽ കൂടുതൽ വാർത്തയിൽ വന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും പരിക്കുകൾ വേട്ടയാടിയ ഒരു താരം ഇത്രമാത്രം നിർഭാഗ്യവാനായി അദ്ദേഹം കരഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് മൈതാനത്തിൽ നിന്ന് കയറി പോകുമ്പോൾ നമ്മളൊക്കെ വേദനിപ്പിക്കുന്നു. ആ ചിത്രം, ഒരു ഇതിഹാസം, ബ്രസീലിന് വേണ്ടി കളിച്ച ലോകകപ്പ് നേടാനാകാതെ പോയ ഒരേ ഒരു ഇതിഹാസം അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും വേദനിപ്പിക്കുന്നതാണ് നെയ്മറുടെ ഈ വിടവാങ്ങൽ.